മദ്യനയത്തിൽ എതിർപ്പുമായി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത്. എക്സൈസ് കമ്മീഷണറുമായി ചർച്ച നടത്തി മന്ത്രി എം ലിജു. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന് കെ.സി. വേണുഗോപാൽ. വീര്യം കുറഞ്ഞതെന്ന ലേബലിൽ മദ്യമൊഴുക്കാനുള്ള ശ്രമമെന്ന വിമർശനവുമായി സിറാജ് എഡിറ്റോറിയൽ. വിമർശനവുമായി KCBCയും ഓർത്തഡോക്സ് സഭയും. DHS അധികാര തർക്കത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. ഡോക്ടർ KJ റീനയ്ക്ക് അനുകൂലമായ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാർ അപ്പീലിൽ വിധി നാളെ. സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടിയെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ. ജലസുരക്ഷ രാജ്യത്തിന്റെ പരമാധികാരമെന്നും അതിന്മേൽ ഭീഷണിയുണ്ടായാൽ പ്രതികരിക്കാൻ മടിക്കില്ലെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. ലേബർ പാർട്ടി ലീഡർ സ്ഥാനവും ഒഴിഞ്ഞു. തീരുമാനം പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ലേബർ പാർട്ടിയുടെ തോൽവിക്ക് പിന്നാലെ. പാർട്ടിക്കുള്ളിൽ ഭിന്നത തുടരുന്നു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിൽ വൻ തീപിടുത്തം. 15 മരണം, ഒട്ടേറെ പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകും. ലോകകപ്പിൽ ജയം തുടരാൻ അർജന്റീന ഇന്ന് കളത്തിൽ. രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ഫ്രാൻസ് ഇറാഖ് മത്സരം രാത്രി 2:30. വാർത്തകൾ വിശദമായി നോക്കാം. മദ്യവിവാദത്തിൽ എക്സൈസ് കമ്മീഷണറുമായി എക്സൈസ് മന്ത്രി ചർച്ച നടത്തി. നിയമസഭയിലെ ഓഫീസിലേക്ക് എക്സൈസ് കമ്മീഷണറെ വിളിച്ചു വരുത്തുകയായിരുന്നു. വകുപ്പ് മന്ത്രി അറിയാതെയുള്ള തീരുമാനത്തിൽ എം ലിജു മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിക്കും. എക്സൈസ് മന്ത്രി അറിയാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ച തീരുമാനം വിവാദമായ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി അളവിലും ധാതു മണൽ ഖനനത്തിനെയും ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യും. ആർക്കെങ്കിലും മദ്യനയത്തിൽ പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും പുതിയ സർക്കാർ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. വേണ്ട രീതിയിൽ ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യും. പാർട്ടിക്കകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് കാര്യം, ഒരു പുതിയ ഗവൺമെൻറ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെൻറ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. വീര്യം കുറച്ചും നികുതി കുറച്ചും മദ്യോൽപാദനം ലക്ഷ്യമിടുന്നത് പുതുതലമുറയെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. തലമുറയെ മദ്യത്തിന് അടിമകളാക്കുന്ന നയത്തെ ചെറുക്കുമെന്നും മദ്യവിരുദ്ധ സമിതി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പിണറായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയാതെ പോയ പദ്ധതി VD സർക്കാർ സംസ്ഥാനത്ത് അടിച്ച് ഏൽപ്പിക്കരുത്. ഈ നടപടി ജൻസി വിരുദ്ധമാണ്. വീര്യം കുറഞ്ഞ മദ്യം മദ്യപാനികൾക്ക് വേണ്ടിയുള്ളതല്ല, മദ്യപരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ വിഭാഗക്കാരെ ലഹരിയാസക്തിയിൽപ്പെടുത്തി അവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് സർക്കാരിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള അടവ് നയങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും KCBC ആവശ്യപ്പെട്ടു. മദ്യനയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കരുതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രോപൊലിത്ത ആവശ്യപ്പെട്ടു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കലാണ്. എല്ലാ ലഹരിയും വിഷമാണ്. വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കിയാൽ യുവസമൂഹം മാരക ലഹരി തേടിപ്പോകില്ല എന്ന വാദം യുക്തിരഹിതമാണ്. ജനം മൃഗീയ ഭൂരിപക്ഷം നൽകി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ജനത്തെ ലഹരിയുടെ അടിമയാക്കാനല്ല. ഏത് സർക്കാർ വന്നാലും ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ലഹരിക്കെതിരെയാണെന്നും ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രോപൊലിത്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇപ്പോൾ കിരീടം സിനിമ റിലീസുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ സംസാരിക്കുകയാണ്. അതിലേക്ക് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെ മനസ്സിൽ ഓർക്കുന്നു, എല്ലാവരെയും. ലൂഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നത്. തൂവാനത്തുമ്പികളുടെ ശക്തി എന്നും ഞാനും പാർവതിയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്.
അവിടെയാണ് വന്ന് ഇതിന്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പൊ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് ഉണ്ണി, ദിനേശ്, ഇപ്പം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, കൈതപ്പുറം സാർ, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, വിളിക്കുന്ന എല്ലാവരും, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ബിഗ് താങ്ക്സ് ടു NFPC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒന്നും ഒരു റെസ്റ്റോറേഷൻ ഒന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ, നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിന്റെ പ്രിന്റുകളൊന്നുമില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം 20 നാഷണൽ അവാർഡൊക്കെ കിട്ടിയതുകൊണ്ട് അതിന്റെ ഒരു പ്രിന്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കാം. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. അപ്പൊ ആദ്യത്തെ സിനിമ കഴിഞ്ഞ പിന്നെ രണ്ടാമത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിന്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോയുണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാണ്. അത് കഴിഞ്ഞ് 10ലാണ് മാർക്കിടുന്നത്. 10 അല്ലെങ്കിൽ 100ലാണ് മാർക്കിടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ്. എന്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡും. അതുപോലെ അടുത്തത് ഭാരതം, അന്നും നാഷണൽ അവാർഡാണ്, അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. ശരി, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ കാണാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിന്റെ പിന്നെ മാറ്റങ്ങൾ സിനിമയിലുണ്ടാകുന്നു. അതിനെക്കുറിച്ച് എനിക്ക് പറയുന്നില്ല. അതിലെ ഗാനം, ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം, പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈതപ്പുറം സാർ, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിന്റെ സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്ത സിനിമ. എനിക്ക് എന്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് കിരീടം. അത് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം നമ്മൾക്ക്, ഞാനിപ്പം ഈയിടെ വീണ്ടും വന്നപ്പോഴാണ് അതിന്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആൻഡ് ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ജഗദീഷ് പറയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ എന്തോ കാര്യം പറയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്കൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചു. അപ്പൊ ഇതിന്റെ അകത്ത് പോയപ്പം ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് എടുത്തുകൊണ്ടു. എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കണം. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. താൻ 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ, എന്നിട്ട് അതെടുത്തോണ്ട് പോയി. അപ്പോ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ ജഗദീഷിനോടും പിന്നെ മണിയമ്പിള്ള രാജുവിനോടും. എന്തായാലും ആ സൗഹൃദം എന്നും നിൽക്കുന്നു. കിരീടം ഉണ്ണിയായാലും ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞാൽ കിരീടം പാലം, ഒരു സിനിമയുടെ പേര് ഒരു ബ്രിഡ്ജിനൊക്കെ ഇടുക എന്ന് പറയുന്ന അത്രത്തോളം
ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരുന്നു. കാര്യം ഇതൊരു ചുമ്മാ ഇടാൻ പറ്റില്ല, ഗവൺമെന്റ് അപ്രൂവലും കൂടെ വേണം. അതിലഭിനയിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു, അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഓർക്കുന്നു, ലോഹിതദാസിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സർ വൺസ് അഗെയിൻ ഫോർ കൺസിഡറിംഗ് us ആൻഡ് പ്രിസർവിംഗ് ദിസ് റിസ്റ്റോറേഷൻ ഇസ് എ ബിഗ് പ്രോഗ്രാം. നമ്മളെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാറ് പറയായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരുടെങ്കിലും ഇത്തരം പോസ്റ്ററുകളോ പഴയ ഫോട്ടോസോ അങ്ങനെയുള്ള ഈ സിനിമകളുടെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡീൽ റിസ്റ്റോർ ഇറ്റ്. ഇപ്പൊ അതിന്റെ ടോട്ടൽ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ മാറി. ഇപ്പം പണ്ട് ഫിലിം ബോക്സുകളിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിടും, പിന്നെ അത് കളഞ്ഞു പോകും. പക്ഷെ അതൊക്കെ മാറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിന്റെ പുറകിൽ ബോണി അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. വൺസ് അഗൈൻ സോറി തീർച്ചയായിട്ടും ഓക്കെ. അല്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിജയകുമാറിന്റെ പേരിൽ ഞാനില്ല. മറ്റു വാർത്തകൾ നോക്കാം. ഇനി മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി സിറാജ് എഡിറ്റോറിയൽ. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണം. ഒരു വശത്ത് തൂഫാൻ നടപ്പിലാക്കുമ്പോൾ മറുവശത്ത് മദ്യമൊഴുക്കാനുള്ള ശ്രമമാണെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. മദ്യത്തിനെതിരെ ഘടകകക്ഷികൾ വിമർശനമുയർത്തണമെന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. വാക്കുകൾക്ക് വീര്യം കുറയരുത് എന്ന തലക്കെട്ടോടെയാണ് കാന്തപുരം AP വിഭാഗം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വേണമെന്നും ആ വാക്കിൽ ഉറച്ചു നിൽക്കണമെന്നും സിറാജ് എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു. മദ്യവർജനം പരാജയപ്പെട്ട ആശയമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനമാണ് വേണ്ടത്. ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുമ്പോഴാണ് മറുവശത്ത് മദ്യമൊഴുക്കാനുള്ള ശ്രമം നടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് എക്സൈസ് വകുപ്പോ മന്ത്രിയോ അറിയാതെയാണെന്നും കുറ്റപ്പെടുത്തലുണ്ട്. മദ്യനയം UDF പ്രഖ്യാപിക്കും മുൻപാണ് നികുതി നിർദ്ദേശം ബജറ്റിൽ കയറിക്കൂടിയത്. മുൻപ് കാർഷിക വിളകളിലൂടെയും ധാന്യങ്ങളിലൂടെയും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം LDF നടത്തിയിരുന്നു. അതേ പാതയിൽ മദ്യക്കമ്പനികളെ സഹായിക്കാനാണിപ്പോൾ ലക്ഷ്യമിടുന്നത്. ബജറ്റ് ചർച്ചകൾക്കിടെ UDFിലെ ഘടകകക്ഷികൾ ഇതിനെതിരെ ശക്തമായ വിമർശനമുയർത്തണമെന്നും എഡിറ്റോറിയൽ പറയുന്നു. തീരുമാനത്തിനെതിരെ VM സുധീരൻ ഉൾപ്പെടെ രംഗത്ത് വന്നത് ചൂണ്ടിക്കാണിക്കുന്ന എഡിറ്റോറിയൽ പ്രതിരോധവുമായി എല്ലാവരും രംഗത്തിറങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി തിരുത്തുമെന്ന പ്രതീക്ഷയോടെയാണ് സിറാജ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് നൽകിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിലപാട് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമ്പോഴും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. പല ജില്ലകളിലും DMOമാരില്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കസേരയ്ക്ക് വേണ്ടി പിടിവലിയാണ്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ആരോഗ്യവകുപ്പിൽ നിപയേക്കാൾ ഭയപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്നും PA മുഹമ്മദ് റിയാസ് ആരോപിച്ചു. മുരളീധരന്റെ പഴയ പ്രസംഗവും റിയാസ് ഓർമ്മിപ്പിച്ചു. നിപ്പ പരിശോധന ഫലം കോഴിക്കോട് വന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, നിപ്പ പരിശോധന ഫലം കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ പരിശോധന ഫലം കിട്ടിയെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ പറഞ്ഞു. രോഗബാധിതന്റെ നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. സർ, രോഗബാധിതൻ അത്യാസന്ന നിലയിലെന്ന് ജില്ലാ കലക്ടർ ഉടനെ പറയുകയാണ്. സർ, സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ നിപ്പ വ്യാപനം നടന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം 10 വർഷത്തെ റീൽസ് എടുക്കലും 5 വർഷത്തെ വീണമീട്ടലുമാണെന്ന് മുരളീധരൻ തിരിച്ചടിച്ചു. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുരളീധരന്റെ പഴയ പ്രസംഗം ഓർമ്മിപ്പിച്ചു. മന്ത്രി വിഷയത്തെ ലാഘവത്തോടെ കണ്ടുവെന്നുമായിരുന്നു വിമർശനം. താഴെത്തട്ടിലുള്ള പ്രവർത്തനമാകെ സ്തംഭിച്ചിരിക്കുകയാണ്, പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
LDF സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ല എന്ന സൂചന നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷന്റെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തും, അനർഹരെ പുറത്താക്കും, അർഹരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് തുടങ്ങുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും മുഖ്യമന്ത്രി നൽകിയില്ല. അർഹരായ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ നൽകുന്നതായിരുന്നു LDF നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി. ഈ വർഷം ഫെബ്രുവരിയിലാണ് LDF സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത്. ഏപ്രിൽ മാസം വരെ തുടരുകയും ചെയ്തു. മെയ് ജൂൺ മാസം തുക നൽകിയിരുന്നില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാലോചിതമായി പരിഷ്കരിക്കുമെന്നും അനർഹരെ പുറത്താക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അനർഹരായ ആളുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്. അർഹരായ ആളുകൾ അപ്പൊ അത് യഥാർത്ഥത്തിൽ പീരിയോഡിക്കലായിട്ടുള്ള പരിശോധനകൾ നടത്തി അനർഹരെ അതിൽ നിന്ന് പുറത്താക്കുകയും അർഹരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് തുടങ്ങുമെന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിക്ക് ഇല്ലായിരുന്നു. സാമ്പത്തിക ഭദ്രതയുള്ളവർ പദ്ധതിയിൽ ഭാഗമാകുമ്പോൾ പ്രീമിയം നൽകേണ്ടി വരുമെന്ന സൂചന VD സതീശൻ നൽകിയിട്ടുണ്ട്. പ്രീമിയം എത്ര, ഇൻഷുറൻസ് കവറേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തത വരുത്തിയിട്ടുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടിയന്തര പ്രമേയം നിഷേധിച്ചതിനെ തുടർന്നുള്ള വാക്കൌട്ട് പ്രസംഗത്തിന് പ്രതിപക്ഷ അംഗങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിച്ചതിനെ തുടർന്ന് സ്പീക്കർ ഭരണപക്ഷ തർക്കം. സ്പീക്കർക്കെതിരെ വിമർശനവുമായി മന്ത്രി AP അനിൽകുമാർ രംഗത്ത് വന്നു. കീഴ്വഴക്കം 10 മിനിറ്റാണ്. സ്പീക്കറുടെ അധികാരപ്രകാരം അധിക സമയം നൽകിയത് ശരിയായില്ല എന്നും മന്ത്രി പറഞ്ഞു. അധിക സമയം അനുവദിച്ചില്ലെന്നും എല്ലാവരും ചേർന്ന് ടൈം ഷെഡ്യൂളിൽ പുതിയ തീരുമാനമുണ്ടാക്കാൻ തയ്യാറെന്നും സ്പീക്കർ അറിയിച്ചു. വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് അധിക സമയം അനുവദിച്ചതിനെ ചൊല്ലിയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രതിപക്ഷാംഗങ്ങളായ പിണറായി വിജയനും K രാജനും വാക്കൌട്ട് പ്രസംഗം നടത്തിക്കഴിഞ്ഞ് ഉടൻ തന്നെ മന്ത്രി AP അനിൽകുമാർ എഴുന്നേറ്റ് സ്പീക്കറെ അതൃപ്തി അറിയിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളിവിടെ തുടരുന്ന ഒരു പ്രസിഡന്റ് കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് റൂൾ 50 അവതരിപ്പിക്കുന്ന ആൾക്ക് 10 മിനിറ്റാണ് കൊടുക്കാറുള്ളത്. സ്പീക്കറുടെ ചെയറിന് അത് 1-2 മിനിറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ പറയും 10 മിനിറ്റാണ്. സാർ ഇന്ന് കൊടുത്തത് ഏതാണ്ട് 15 മിനിറ്റാണ്. 15 മിനിറ്റ് സാർ, 15 മിനിറ്റ്. മറ്റൊരു കാര്യം സാർ, വോക്കൌട്ട് പ്രസംഗം രണ്ടാമത്തെ കക്ഷി ഇവിടെ പ്രസംഗിച്ച ഏതാണ്ട് 7 മിനിറ്റ് മെൻഷനാണ്. ജസ്റ്റ് ലൈൻ പറഞ്ഞു പോകാതെ പാടുള്ളൂ. പക്ഷേ 7 മിനിറ്റാണ് എടുത്ത്. സാർ ഇത്തരം കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കരുതാണ് അങ്ങോട്ട് എനിക്ക് സാർ അഭ്യർത്ഥിക്കാനും. മന്ത്രിയുടെ ആരോപണത്തെ സ്പീക്കറും തള്ളി. 12ഉം 5 മിനിറ്റുകൾ മാത്രമാണ് നൽകിയതെന്നും വേണമെങ്കിൽ പരിശോധിക്കാമെന്നും സ്പീക്കർ പറഞ്ഞു. എല്ലാവരും ചേർന്ന് ടൈം ഷെഡ്യൂളിൽ പുതിയ തീരുമാനമുണ്ടാക്കാൻ തയ്യാറെന്നും സ്പീക്കർ. അങ്ങ് പറഞ്ഞ ഒരു അഭിപ്രായം അനുസരിച്ച് നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു പൊതുധാരണയുണ്ടാക്കി ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതിൽ ചെയറിന് ഒരു വിരോധവും ഇല്ല എന്ന് അങ്ങേ ഓർമ്മിപ്പിക്കുകയും ചെയ്യാണ്. മുൻകാലങ്ങളിൽ സഭകളിൽ രണ്ടാമത്തെ കക്ഷിക്ക് വാക്കൌട്ട് നടത്താൻ 1 മിനിറ്റും മറ്റു കക്ഷികൾക്ക് സെക്കൻഡുകളുമാണ് ലഭിക്കാറുള്ളത്. ഇത് കടന്ന് അധിക സമയം നൽകിയതോടെയാണ് ഭരണപക്ഷം സ്പീക്കറെ പരാതി അറിയിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഷ്ട്രീയ പ്രതിഷേധങ്ങളിൽ ജലപീരങ്കി പ്രയോഗം സാധാരണ സംഭവമാണ്. എന്നാൽ ഒരു ജലപീരങ്കി പ്രയോഗം നിയമസഭയിൽ ചർച്ചയാകുന്നത് അസാധാരണ വിഷയം. AISF നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ച വെള്ളവുമായി പ്രതിപക്ഷ നേതാവ് നിയമസഭയിലെത്തിയതോടെയാണ് സഭ അസാധാരണ ചർച്ചയ്ക്ക് വേദിയായത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ AISFും AYFും നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ പ്രതിഷേധം അവിടെ അവസാനിച്ചില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം, നിയമസഭാ മാർച്ച്, പോലീസ് നേരിട്ടത് അവർ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്ക വെള്ളമാണ്. ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. സംഭവം ഗൗരവമുള്ളതാണെന്നും ലാബിൽ പരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് പോലീസ് ആ ടാങ്കറിൽ നിറയ്ക്കുന്നത്. അത് ആ വെള്ളം
ചീറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഈ പറഞ്ഞതുപോലൊരു സംഭവം ഉണ്ടാകും. ഒന്നുകിൽ പഴയ കാലത്ത് ഈ വാട്ടർ ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന അഴുക്കാണോ എന്നറിയില്ല. ഏതായാലും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞതിന് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. പോലീസ് നടപടി നേരിട്ട് അനുഭവിച്ച കെ രാജന്റേത് വൈകാരിക പ്രകടനമായിരുന്നു. ഈ സഭ നടക്കുമ്പോ ഒരു സാമാജികന് നേരെ അങ്ങനെയൊന്നും ഉണ്ടായാൽ എന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ അങ്ങ് അവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത്രേ ഉള്ളൂ. ജലപീരങ്കി വന്നുകൊണ്ടൊന്നും പേടിക്കാനില്ല സാർ. അതൊന്നും പേടിക്കുന്നവരല്ല സാർ ഞങ്ങള്. പക്ഷേ ഈ വിധത്തിൽ ഒരു കലക്കുവെള്ളം അടിക്കുമ്പോ പെൺകുട്ടികൾ ഉൾപ്പെടെ അവിടെ നിന്നവരുടെ ചുരിദാർ ഉൾപ്പെടെ കളർ മാറി അവരുടെ മുഖത്തും വായിലും ഈ വെള്ളമാണ് പോയത് സാർ. വിഷയത്തിൽ ചർച്ച തുടരുമെന്നായപ്പോൾ സ്പീക്കർ ഇടപെട്ടു. ഇവിടെ ഉന്നയിച്ച ഒരു ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഫർദർ സ്റ്റെപ്പ് എടുക്കും എന്ന് ഹൗസിൽ തന്നെ അഷ്വറൻസ് വന്നിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള റിസൾട്ട് വരട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. യെസ്. ഇബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്ലാസിക്കൽ ബജറ്റാണ് വി ഡി സതീശൻ അവതരിപ്പിച്ചതെന്ന് ജി സുധാകരൻ MLA. സിമ്പതിയേക്കാൾ എമ്പതിക്ക് പ്രാധാന്യം നൽകിയ ബജറ്റാണിത്. കമ്മ്യൂണിസം ലോകത്തെ തകർക്കപ്പെട്ട തത്വസംഹിതയും വെറുക്കപ്പെട്ട വിശ്വാസ പ്രമാണവും എന്ന തിരുവല്ല MLA വർഗീസ് മാമന്റെ പരാമർശത്തിനെതിരെയും സുധാകരൻ പ്രതികരിച്ചു. കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ പറയുന്നവന് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ടോയെന്നും ജി സുധാകരൻ ചോദിച്ചു. കണ്ണൂർ വാണിയമ്പാറയിലെ വിവാദ കല്ലറ തുറന്നു പരിശോധിക്കും. ഇതിനു മുന്നോടിയായി ഉന്നത ഉദ്യോഗസ്ഥർ പള്ളിയിൽ യോഗം ചേർന്നു. അതേസമയം കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോ സക്രിയുടെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വാണിയമ്പാറ ഉണ്ണിമിശിഹ ദേവാലയത്തിലെ വിവാദ കല്ലറ തുറക്കും. അനുമതി ലഭിച്ചാൽ ഉടനെ തന്നെ കല്ലറയിലെ വസ്തു പുറത്തെത്തിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൂന്നാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛന്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് FIR രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. RDOന്റെ പെർമിഷൻ വേണം. അപ്പൊ അത് നാളെ രാവിലെ നീക്കും. അപ്പോൾ പെർമിഷൻ കിട്ടിയ ഒരു നെക്സ്റ്റ് മൂമെന്റ് തന്നെ നമ്മളെ ഈ പറയുന്ന ഓപ്പൺ ചെയ്ത് പരിശോധന തുടങ്ങും. ഇടവക അംഗങ്ങളുടെ സംശയം ദൂരീകരിക്കണമെന്നും കല്ലറയിൽ മൂന്നാമതൊരാളുടെ മൃതദേഹം ഉള്ളതായി സംശയിക്കുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ഫാദർ ജിബർട്ട് കൊന്നയിൽ പറഞ്ഞു. കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി വന്നു. അതായത് FIR ഇട്ടു. ഞങ്ങൾക്ക് അതിനകത്ത് മൂന്നാമതൊരാളുടെ ശരീരം ഉണ്ട് എന്നുള്ള സംശയം വന്നു. ആ സംശയം തീർച്ചയായിട്ടും കല്ലറ തുറന്ന് അത് DNA ടെസ്റ്റ്, സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി ആ സംശയം ദൂരീകരിക്കുമെന്ന് പോലീസ് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. അതേസമയം കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോ സക്രിയയുടെ തിരോധാനത്തിൽ സംശയമുള്ളവരെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു. വാണിയമ്പാറ സ്വദേശിയായ സിജോയുടെ ഭാര്യ സഹോദരനെയാണ് ചോദ്യം ചെയ്തത്. സിജോയുടെ മാതാപിതാക്കൾ ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ 13-ന് ദേവാലയത്തിൽ മൃതദേഹം സംസ്കരിക്കാനായി കല്ലറ തുറന്നപ്പോഴാണ് 2 മൃതദേഹഭാഗങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെത്തിയത്. സംഭവം വിവാദമായതിനു പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യം. അലിഗഞ്ചിലാണ് സംഭവം. കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. 3 നിലകളുള്ള ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് തീപിടിച്ചത്. പിന്നീട് അത് താഴേക്ക് പടരുകയായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ 7 വിദ്യാർത്ഥികൾ 1-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് 6 പേരെ കെട്ടിടത്തിന് പുറത്തെത്തിച്ചു. അഗ്നിശമന സേന സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. ലേബർ പാർട്ടി ലീഡർ സ്ഥാനവും ഒഴിയുകയാണെന്ന് സ്റ്റാമർ അറിയിച്ചു. പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ആഭ്യന്തര സംഘർഷവുമാണ് സ്റ്റാമറുടെ രാജിയിലേക്ക് നയിച്ചത്. പുതിയ പ്രധാനമന്ത്രിയെ സെപ്റ്റംബറിനുള്ളിൽ തിരഞ്ഞെടുക്കും. ആഴ്ചകൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചത്. ഭരണകക്ഷിയായി ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെ കെയ്മർ സ്റ്റാമറിന് കടുത്ത സമ്മർദ്ദം നേരിട്ടു. പാർട്ടിയിലെ 100-ലധികം MPമാരും ക്യാബിനറ്റിലെ മുതിർന്ന മന്ത്രിമാരും രാജി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നതായി സ്റ്റാർമർ ബ്രിട്ടൻ രാജാവിനെ അറിയിച്ചത്. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി വെറും 2 വർഷം തികയുന്നതിന് മുമ്പാണ് പടിയിറക്കം. ഇതോടെ കഴിഞ്ഞ 1 പതിറ്റാണ്ടിനിടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പദവിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന 6ാമത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്
കെയർ സ്റ്റാമർ. അടുത്ത പ്രധാനമന്ത്രി ആരായാലും തന്റെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് നൽകുമെന്ന് സ്റ്റാർമർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒപ്പം നിന്നവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. Every decision I've taken has been about putting the country I love first. That is why I will resign as leader of the Labour Party. I have spoken to His Majesty the King this morning to inform him of my decision. 2024 ജൂലൈ 5-നാണ് പ്രധാനമന്ത്രിയായി സ്റ്റാർമർ തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ചരിത്ര ഭൂരിപക്ഷത്തോടെയാണ് സ്റ്റാർമറും ലേബർ പാർട്ടിയും അധികാരത്തിലേറിയത്. എന്നാൽ അധികം വൈകാതെ തന്നെ വിവിധ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ആരംഭിച്ചിരുന്നു. അടുത്തിടെ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വലിയ തിരിച്ചടി നേരിട്ടതും സ്റ്റാർമർക്ക് തിരിച്ചടിയായി. അഴിമതി ആരോപണങ്ങളും നയപരമായ മാറ്റങ്ങളുടെയും ഫലമായി സ്റ്റാർമറുടെ ജനപ്രീതി കുത്തനെ ഇടിയുകയായിരുന്നു. സുപ്രധാന നയങ്ങളിൽ നിന്നും സ്റ്റാർമർ പിന്നോട്ട് പോയത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ടാക്കി. പുതിയ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കാൻ ലേബർ പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയ അദ്ദേഹം അതുവരെ ഇടക്കാല പ്രധാനമന്ത്രിയായി തുടരും. അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഭാവി നേതാവായും പ്രധാനമന്ത്രിയായും പാർട്ടിയിലെ വിമതർ ഉയർത്തിക്കാട്ടുന്ന മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബർണാമിനാണ്. സെപ്റ്റംബർ ആദ്യവാരം പുതിയ പ്രധാനമന്ത്രി അധികാരമേറ്റെടുക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. ബജറ്റിലെ മദ്യനയത്തിനും കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയതിലും പ്രകടിപ്പിച്ച എതിർപ്പിന് പിന്നാലെ കെ മഹേഷിന്റെ ആത്മഹത്യാ കേസിലും സതീശൻ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. SNDP യോഗം മുൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലെ പോരായ്മ തുറന്നുകാട്ടി സുധീരൻ മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. ജൂൺ 6 വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സുധീരൻ കത്തിൽ പറയുന്നു. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാണ് ആവശ്യം. കത്തിന്റെ പകർപ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും സുധീരൻ കൈമാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നിയമ സംവിധാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭരണ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കാൻ വൈകരുതെന്നും സുധീരൻ കത്തിലൂടെ ആവശ്യപ്പെട്ടു. കെ മഹേഷൻ കള്ളൻ തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. സത്യം വിളിച്ചു പറയുന്നതിൽ എന്താണ് പ്രശ്നം? ശിവഗിരി മഠവുമായി SNDP യൂണിയന് ഒരു ബന്ധവുമില്ല. പാടില്ലാത്തതൊന്നും SNDP യൂണിയനിൽ നടക്കുന്നില്ലെന്നും തുഷാർ പറഞ്ഞു. ശിവഗിരി മഠവും SNDP യൂണിയനും രണ്ടും രണ്ടാണ്. അനാവശ്യമായ കഥകൾ പ്രചരിപ്പിക്കാൻ ആരും നോക്കണ്ട. VM സുധീരന്റേത് പ്രതികാര രാഷ്ട്രീയം. ആലപ്പുഴയിൽ നിന്നും കെട്ടുകെട്ടിച്ച വിരോധം തീർക്കുകയാണെന്നും തുഷാർ ഡൽഹിയിൽ പറഞ്ഞു. സുധീരനെ സംബന്ധിച്ചുള്ള നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 35 വർഷക്കാലം മുമ്പ് നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവില്ല, പഴയ നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാം, ഒരു മറ്റം ഫിനാൻസ് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. അവിടെ SNDP ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെടുത്തി ഇദ്ദേഹം അന്ന് SNDP ജനറൽ സെക്രട്ടറി ആകുന്ന സെൻട്രൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയമാണ്. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കി അന്ന് അവിടുത്തെ MP ആയിട്ട് നിൽക്കുകയും അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു. അതിനുശേഷം 2 പ്രാവശ്യം CBI എൻക്വയറി നടന്നു. ഈ ഒരു പ്രാവശ്യം പോലും ജനറൽ സെക്രട്ടറി നേരിട്ടൊന്ന് ചോദിക്കാൻ വേണ്ടി പോലും ഇവരാരും വരികയുണ്ടായില്ല. അതിനുശേഷം വളരെ ശക്തമായി SNDP ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി ഇദ്ദേഹത്തിനെതിരെ SNDP നിന്നു. അങ്ങനെ ദയനീയമായി ആലപ്പുഴയിൽ തോക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള വിരോധം, അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ എല്ലാ കാലത്തും എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ മനഃപൂർവ്വം SNDP ജനറൽ സെക്രട്ടറി ചീത്തയാക്കാൻ വേണ്ടിയിട്ട് പറയുകയും ഇയാൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറയുന്നതാണ് ഒരു വ്യക്തിപരമായ വിരോധം ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ശുദ്ധ അബദ്ധമാണ്. ഈ കേസിനെ സംബന്ധിച്ചുള്ള ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഇപ്പം മഹേഷിന്റെ കേസ് അവിടെ ഏതാണ്ട് 15 കോടി രൂപയോളം പണം ഇവിടുത്തെ ചേർത്തല യൂണിയനിൽ നിന്നും അതുപോലെ തന്നെ കണിച്ചുളങ്കര യൂണിയനിൽ നിന്നും അതുകൂടാതെ അവിടെ സ്ഥാപനങ്ങളിൽ നിന്നായി മോഷ്ടിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി തള്ളി ഹൈക്കോടതി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശമായ 14-15 അനുച്ഛേദങ്ങളുടെ ലംഘനമുണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണം തെളിയിക്കാനായില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്. ജനകീയ നയപ്രഖ്യാപനങ്ങൾ അതാത് സർക്കാരിന്റെ തീരുമാനമാണെന്നും ഇടപെടാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കാസർകോട്ടെ സ്വകാര്യ ബസ് ഉടമകൾ G-ഫോം നൽകി ബസ് സർവീസുകൾ നിർത്തിവെക്കാൻ ഒരുങ്ങുന്നു. KSRTC സൗജന്യ യാത്രയെ തുടർന്ന് ജില്ലയിൽ സർവീസുകൾ വൻ നഷ്ടത്തിലായതോടെയാണ് G-ഫോം നൽകി സർവീസ് അവസാനിപ്പിക്കുന്നതിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ നീങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 200ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു.
കാസർഗോഡ് ജില്ലയിൽ വിവിധ റൂട്ടുകളിലായി നിലവിൽ സർവീസ് നടത്തുന്ന 450 സ്വകാര്യ ബസ്സുകളിൽ 70% സ്വകാര്യ ബസ്സുകളും G-ഫോം നൽകി ഘട്ടം ഘട്ടമായി സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. വരുന്ന 2 ആഴ്ചക്കുള്ളിൽ 200ഓളം സ്വകാര്യ ബസ്സുകൾ നഷ്ടം സഹിക്കാൻ കഴിയാതെ സർവീസ് നിർത്തും. ത്രൈമാസ നികുതി അടവിന്റെ നിലവിലെ കാലപരിധി ജൂൺ 30-ന് അവസാനിക്കും. അതിനുശേഷം നികുതി അടക്കില്ല. നഷ്ടം കണക്കിലെടുത്ത് 3 മാസം മുതൽ 1 വർഷം വരെ സർവീസ് നടത്തില്ലെന്ന് ഉടമകൾ G-ഫോം എഴുതി നൽകുമെന്ന് ദിവസേനയുള്ള നഷ്ടക്കണക്കുകൾ വിവരിച്ചുകൊണ്ട് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി. 2 ദിവസത്തിനകം G-ഫോം നൽകാൻ തുടങ്ങും. ടാക്സ് പോലും അടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ സർക്കാർ 50% ടാക്സ് കുറച്ച് തന്നിട്ടുണ്ട്. 50% ടാക്സ് കുറച്ചാൽ 116 രൂപയാണ് ഞങ്ങൾക്ക് ഒരു ദിവസം കുറയുന്നത്. 2000-ന് മുകളിൽ ഡീസലിൻ്റെ പൈസയാണ് ഞങ്ങൾ നഷ്ടത്തിൽ പോകുന്നത്. ഡീസലിൻ്റെ പൈസ പോലും കിട്ടുന്നില്ല. ഇന്ന് ഞങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കുറേ KSRTCൻ്റെ യാത്ര ഞങ്ങൾ ഫോട്ടോസ് അടക്കം ഞങ്ങൾ അയച്ചു കൊടുത്ത്. കാരണം KSRTC ബസ്സിൽ മാത്രമേ യാത്രക്കാർ കയറുന്നുള്ളൂ. ഇങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും 1-7 മുതൽ ബസ്സുകൾ സർവീസ് നടത്താൻ യാതൊരു സാധ്യതയില്ല. കാസർകോട്ടെ സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന വരുമാന നഷ്ടങ്ങളെക്കുറിച്ച് ജില്ലയിലെ MLA-മാരായ AKM അഷറഫ്, കല്ലട്ര മാഹിൻ എന്നിവരോട് പരാതി അറിയിച്ചപ്പോൾ കൈയൊഴിഞ്ഞ മറുപടിയാണ് ലഭിച്ചതെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു. അഷ്റഫ് MLA കാണാൻ വേണ്ടി പോയി. അഷ്റഫ് MLA പറഞ്ഞ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് കൊടുത്തിട്ടുള്ളത്. ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ. എന്താണ് പോം വഴി? ഞാനും അങ്ങോട്ട് ചോദിക്കുന്നത്, നിങ്ങളെ സംരക്ഷിക്കാൻ എന്താണ് പോം വഴി? അതാണിപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. ഇത് ഞങ്ങളെന്താ മറുപടി കൊടുക്കേണ്ടത്? KSRTC-യിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര ആരംഭിച്ചതോടെ കാഞ്ഞങ്ങാട്, കളനാട്, കാസർഗോഡ്, തലപ്പാടി, മുള്ളേരിയ, കാസർഗോഡ്, നീലേശ്വരം, പയ്യന്നൂർ, പാണത്തൂർ, കാഞ്ഞങ്ങാട്, ബന്തടുക്ക, കാസർഗോഡ്, പുത്തൂർ, കാസർഗോഡ് റൂട്ടുകളിൽ വൻ നഷ്ടത്തിലാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ മാപ്പപേക്ഷ നൽകി. നേരിട്ട് കോടതിയിൽ ഹാജരായാണ് മുഹമ്മദ് ഹനീഷ് മാപ്പപേക്ഷ സമർപ്പിച്ചത്. ഹാജരാകാൻ വൈകിയതിലും നിരുപാധികം മാപ്പപേക്ഷ നൽകി. അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി വൈകിയതിലാണ് കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതി കേസെടുത്തത്. കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേ എന്ന് മുഹമ്മദ് ഹനീഷിനോട് ചോദിച്ച കോടതി പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ജൂലൈ 2-നകം ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. താൻ വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞതായും APM മുഹമ്മദ് ഹനീഷ് കോടതിയെ അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ അപ്പീലുകളിൽ ഹൈക്കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം വാദം കേൾക്കും. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലിലും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിന്റെ അപ്പീലും കോടതിയുടെ പരിഗണനയിലുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയും സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ കേസിൽ 24 പേർ അറസ്റ്റിൽ. യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം പരീക്ഷ എഴുതാൻ എത്തിയവരും ബയോമെട്രിക് പരിശോധന ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമാണ് പിടിയിലായത്. പരീക്ഷയിൽ ക്രമക്കേട് നടത്താൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മറ്റു വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും NDA അറിയിച്ചു. പുനഃപരീക്ഷയുടെ ഫലം ഈ മാസം അവസാനം പ്രഖ്യാപിക്കും. നീറ്റ് UG പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ കേസിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും പരീക്ഷാ കേന്ദ്രത്തിൽ ബയോമെട്രിക് പരിശോധന ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബീഹാറിലെ ലഖീസറായിലാണ് സംഭവം. യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം പരീക്ഷ എഴുതിയവരും അതിന് സഹായം ചെയ്തവരുമാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾ പണം നൽകിയാണ് പരീക്ഷ എഴുതാൻ പകരം ആളുകളെ ഏൽപ്പിച്ചത്. കേസിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉത്തർപ്രദേശിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയിൽ നിന്ന് സിം കാർഡും പഴയ ചോദ്യപേപ്പറും കണ്ടെത്തി. ബലിയ സ്വദേശി പ്രിൻസ് ദുബെ എന്ന വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുരക്ഷാ പരിശോധന ശക്തമാക്കിയതുകൊണ്ടാണ് പരീക്ഷയിൽ ക്രമക്കേട് നടത്താൻ ശ്രമിച്ചവരെ പിടികൂടാനായതെന്നും മറ്റു വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിജയകരമായി നീറ്റ് UG പുനഃപരീക്ഷാ നടപടികൾ പൂർത്തിയാക്കിയെന്നും പരീക്ഷ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും NTA ചൂണ്ടിക്കാട്ടി. അതേസമയം പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പരീക്ഷയുടെ OMR ഷീറ്റുകൾ കേന്ദ്രസേനയുടെ സുരക്ഷയിലാണ് പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത്. ഈ മാസം അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. ഇന്ന് പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം. CBSE പുനർമൂല്യനിർണ്ണയ മാർക്ക് കൂടി പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ച് ഫലപ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. CBSE +2 പുനർമൂല്യനിർണ്ണയ
പരീക്ഷാഫലം ഇന്നലെ രാത്രിയോടെയാണ് പ്രഖ്യാപിച്ചത്. മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്ന് നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അവസരം ഉറപ്പുവരുത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഇന്റർനാഷണൽ നായർ അസോസിയേഷൻ ട്രസ്റ്റ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. 4 പുതിയ ട്രസ്റ്റിമാരെ ഉൾപ്പെടുത്തിയാണ് പുനഃസംഘടന. പാലക്കാട് പുത്തൂർ സ്വദേശി വേണുഗോപാലൻ നായർ വാഴയിൽ സംഘടനയുടെ മുഖ്യ ഏകോപകനും തമിഴ്നാട് ചാപ്റ്റർ ചെയർമാനുമായ KV രാജ്കുമാർ, കോട്ടയം പാലാ സ്വദേശി സാജൻ ജി ഇടച്ചേരിൽ, വടക്കൻ പറവൂർ സ്വദേശി VG ശ്യാംകുമാർ എന്നിവരാണ് പുതിയ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ. ആലുവ അത്താണിയിൽ നടന്ന ചടങ്ങിന് സംഘടനയുടെ പ്രസിഡന്റ് G മോഹൻ, ജനറൽ സെക്രട്ടറി SS മേനോൻ, ട്രഷറർ RR നായർ, വൈസ് പ്രസിഡന്റ് V മനോരഞ്ജൻ എന്നിവർ നേതൃത്വം നൽകി. പുതിയ ട്രസ്റ്റിമാരുടെ സ്ഥാനാരോഹണവും നടന്നു.